UDF തിരിച്ചുപിടിക്കും. ആര്യാടൻ ഷൗക്കത്തിനെ കാത്തിരിക്കുന്നത് മിന്നും വിജയം. UDFന് 46 മുതൽ 51% വരെ വോട്ടുകൾ ലഭിക്കാൻ സാധ്യതയുള്ളപ്പോൾ ഇടതുമുന്നണിയിലെ M സ്വരാജിന് 35% മുതൽ 38% വരെയും PV അൻവറിന് 8 മുതൽ 15% വരെയുമാണ് വോട്ട് സാധ്യത. SDPI 2 മുതൽ 3%, BJP 4 മുതൽ 6% വരെ വോട്ടുകൾ സമാഹരിച്ചേക്കാം. നോട്ടയ്ക്കും ഇത്തവണ നിരാശപ്പെടേണ്ടി വരില്ല. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ മണ്ഡലത്തിൽ ആര്യാടൻ ഷൗക്കത്ത് 9,000 മുതൽ 20,000 വരെ വോട്ടുകളുടെ ചരിത്ര വിജയം നേടുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം. നിലമ്പൂരിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം UDFന് അനുകൂലമായതും ആര്യാടന്റെ വിജയം അരക്കിട്ടുറപ്പിക്കുന്നു. ഉപതിരഞ്ഞെടുപ്പ് നടന്നതിന്റെ പിറ്റേ ദിവസം തന്നെ അടിയന്തരമായി പാർട്ടി സെക്രട്ടേറിയറ്റ് ചേർന്ന് M സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് വിജയം കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പ്രവചിച്ച CPM UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിനും PV അൻവറിനും BJPയുടെ മോഹൻ ജോർജിനും SDPI സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന വോട്ടുകളുടെ എണ്ണം വരെ കൃത്യമായി കണക്കുകൂട്ടി പറയുകയും ചെയ്തു. 1400-ൽ താഴെ 1336 വോട്ടുകൾക്ക് M സ്വരാജ് നിലമ്പൂരിൽ വിജയിക്കുമെന്നും CPM നേതൃത്വം പ്രഖ്യാപിച്ചു. ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 1% മാത്രം ഭൂരിപക്ഷം. പാർട്ടി ബൂത്ത് സെക്രട്ടറിമാർ നൽകിയ പോളിംഗ് ശതമാനം കണക്കുകൂട്ടിയാണ് ഈ ഫലപ്രഖ്യാപനമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. 2016-ൽ നിലമ്പൂരിലെ CPM മുന്നണിക്ക് മണ്ഡലത്തിൽ ആകെ ഉണ്ടായിരുന്നത് ഏകദേശം 60,000 വോട്ടുകൾ ആയിരുന്നു. അന്ന് CPMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ അൻവർ പിടിച്ചത് 78,000 വോട്ടുകൾ. അതിൽ 18,000 വോട്ടുകൾ അൻവറിന്റെ സ്വാധീനത്തിൽ ലഭിച്ചവയാണെന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ CPM സമ്മതിക്കാനിടയില്ല. 11,000 വോട്ടുകളായിരുന്നു അൻവറിന്റെ അന്നത്തെ ഭൂരിപക്ഷം. 2021-ൽ VV പ്രകാശ് UDF സ്ഥാനാർത്ഥിയായപ്പോൾ അൻവറിന്റെ ഭൂരിപക്ഷം 2000-ലേക്ക് ചുരുങ്ങി. അൻവർ 9 കൊല്ലം കൊണ്ട് മണ്ഡലത്തിലെ മലയോര കുടിയേറ്റ മേഖലയിലടക്കം നേടിയ ജനസമ്മതി ചെറുതൊന്നുമല്ല. നിലമ്പൂരിൽ ഇത്തവണ നടന്നത് ശക്തമായ ത്രികോണ മത്സരമാണ്. CPM മുന്നണിയുടെ നല്ലൊരു ശതമാനം വോട്ടുകൾ ഇത്തവണ വീണതും അൻവറിന്റെ പെട്ടിയിലാണ്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും മലയോര കുടിയേറ്റക്കാർക്കൊപ്പമായിരുന്നു അൻവർ. ഇതെല്ലാം അൻവറിന് അനുകൂല ഘടകമായതാണ് CPMന്റെ വോട്ടുകളിൽ ഇത്തവണ വൻതോതിൽ ചോർച്ച ഉണ്ടായതെന്ന് A to Z ന്യൂസ് മലയാളം 24 നടത്തിയ അഭിപ്രായ സർവേയിൽ പലരും പറഞ്ഞിരുന്നു. അൻവറിനെ അനുകൂലിക്കുന്നവർ മണ്ഡലത്തിൽ ഏറെ ഉണ്ടായിരുന്നെങ്കിലും ഒന്നും പറയാൻ തയ്യാറാകാത്തവരിലും അൻവർ അനുകൂലികൾ ഉണ്ടായിരുന്നു. താഴെത്തട്ടിലുള്ള വോട്ടുകൾ അൻവറിന് ലഭിക്കുവാനുള്ള സാധ്യതയും ഏറെയാണ്. ഭരണവിരുദ്ധ വികാരവും അൻവർ ഇടതുപാളയം വിട്ടതും മണ്ഡലത്തിൽ പ്രകടമായിരുന്നു. ഈ ഘടകങ്ങളെല്ലാം അനുകൂലമായതാണ് ആര്യാടന്റെ വിജയം ഉറപ്പിക്കുന്നത്. CPMന് BJPയുടെ വോട്ടുകൾ കിട്ടാനും ഇടയില്ല. 8,000-ൽ അധികം വരുന്ന BJP വോട്ടുകളിൽ 2,000-എങ്കിലും UDFന് ലഭിച്ചേക്കാം. ഇതിനെ വോട്ട് കച്ചവടമായി കാണാനും കഴിയില്ല. പുതിയ വോട്ടുകളിൽ 4,000 വരെ ഷൗക്കത്ത് ഇത്തവണ നേടിയിട്ടുണ്ട്. മറ്റ് മുന്നണികളും സ്ഥാനാർത്ഥികളും എങ്ങനെയൊക്കെ ഹരിച്ചാലും ഗുണിച്ചാലും 4,000 വോട്ടുകൾക്കെങ്കിലും ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കാനുള്ള സാധ്യതയാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ യാഥാർത്ഥ്യമാകുക. ഇതുമാത്രമല്ല ഇത്തവണത്തെ അനുകൂല ഘടകമെന്നും രാഷ്ട്രീയ നിരീക്ഷകർക്ക് വേണമെങ്കിൽ വിലയിരുത്താം. അത് മറ്റൊന്നുമല്ല, പണ്ട് മുതലേ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഒരുപോലുള്ള വളക്കൂറുള്ള മണ്ണ് തന്നെയാണ് നിലമ്പൂർ. ആര്യാടന്മാരും ലീഗുമായും ഉണ്ടായിരുന്ന ചില അസ്വാരസ്യങ്ങളാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും UDFന് വിനയായത്. അതെല്ലാം ഇത്തവണ പറഞ്ഞു തീർക്കാൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ഇടപെട്ടതും ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കും. 1965-ലും 67-ലും നിലമ്പൂരിൽ മേൽക്കൈ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടി CPM ആയിരുന്നെങ്കിലും സഖാവ് K കുഞ്ഞാലിയുടെ മരണത്തിനു ശേഷം 1970-ലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ MP ഗംഗാധരനെ വിജയിപ്പിച്ച മണ്ഡലം കൂടിയാണ് ഇത്. CPM ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളെല്ലാം പരാജയപ്പെട്ട ചരിത്രവുമാണ് നിലമ്പൂരിനുള്ളത്. 2016-ൽ കോൺഗ്രസ് പാരമ്പര്യ കുടുംബത്തിൽ നിന്നുള്ള ഒരു വ്യവസായിയായ അൻവറിനെ സ്വതന്ത്രനാക്കി CPM രംഗത്തിറക്കുമ്പോൾ അൻവർ വിജയിക്കുമെന്ന വലിയ പ്രതീക്ഷയൊന്നും ഇടതുമുന്നണിക്കുണ്ടായിരുന്നില്ല. എന്നാൽ 11,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടതോടെ നിലമ്പൂർ മണ്ഡലത്തിൽ അൻവറിന്റെ തേരോട്ടമാണ് പിന്നീട് കേരളം കണ്ടത്. CPMന്റെ കണ്ണിലുണ്ണിയായിരുന്ന അൻവർ 2021-ലെ തെരഞ്ഞെടുപ്പിന് ശേഷം അവരുടെ കണ്ണിലെ കരടായി മാറുകയും ചെയ്തു. സർക്കാരിനെ നിരന്തരം നിശിതമായി വിമർശിക്കുന്ന ആളായി മാറിയതോടെ അൻവറിന് ഇനി ഇടതുപാളയത്തിൽ ഇടം കൊടുക്കേണ്ടതില്ലെന്ന തീരുമാനം CPMന് എടുക്കേണ്ടി വന്നു. അൻവർ MLA സ്ഥാനം രാജിവെച്ചൊഴിഞ്ഞു. ഏറെ കഠിനാധ്വാനം ചെയ്ത് തിരിച്ചുപിടിച്ച നിലമ്പൂർ മണ്ഡലം അതേ MLA മുഖാന്തരം കൈവിട്ട നിരാശയിൽ വഞ്ചകൻ എന്നാണ് മുഖ്യമന്ത്രി അൻവറിനെ വിശേഷിപ്പിച്ചത്. പാൽ കൊടുത്ത കയ്യിൽ തന്നെ കുത്തിയ പാമ്പായി അൻവർ മാറുകയും ചെയ്തു. CPMന് വലിയ വളക്കൂറുള്ള മണ്ണായിരുന്നില്ല നിലമ്പൂർ എന്നത്
പാർട്ടിയുടെ നേതൃത്വത്തിനും അറിയാം. ഉപതെരഞ്ഞെടുപ്പിൽ നിന്നും എങ്ങനെയും വിജയിച്ച് കരകയറുവാനുള്ള അവസാന ശ്രമമായിരുന്നു എം സ്വരാജിന്റെ സ്ഥാനാർത്ഥത്തിലൂടെ ഇത്തവണ CPM പയറ്റിയത്. എങ്കിലും തെരഞ്ഞെടുപ്പിന്റെ തലേന്നാൾ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ CPM പണ്ട് RSSുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന രീതിയിൽ നടത്തിയ പരാമർശം വലിയ വിവാദമാവുകയും പത്രസമ്മേളനം നടത്തി മുഖ്യമന്ത്രിക്ക് ഇതിന് മറുപടി പറയേണ്ടി വരികയും ചെയ്തത് വോട്ട് ബാങ്കുകളിൽ വിള്ളലുണ്ടാക്കി. UDFന് മേൽക്കൈയുള്ള വഴിക്കടവ്, മൂത്തേടം, എടക്കര, ചുങ്കത്തറ, പോത്തുങ്കൽ പഞ്ചായത്തുകൾ UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വിധിയെഴുതും. നിലമ്പൂർ മണ്ഡലം CPM മുന്നണിയിൽ നിന്നും തിരിച്ചു പിടിക്കുവാനുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം UDFന് അനുകൂലമായി മാറിയതാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിലേക്ക് മുന്നണിയെ ഇത്തവണ എത്തിക്കുന്നത്. തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാട് മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ UDF അവരുടെ മണ്ഡലം നിലനിർത്തി എന്നതല്ലാതെ അത്ഭുതമൊന്നും നടന്നിട്ടില്ലെന്ന് പറയുന്നവരുണ്ടെങ്കിലും പാലക്കാട്, തൃക്കാക്കര മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം എതിർപ്പാളയങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലം അനുകൂലമാകുന്നതോടെ 10 കൊല്ലം നീളുന്ന രാഷ്ട്രീയ വനവാസം ഉപേക്ഷിച്ച് UDFന് ആശ്വാസ തീരത്തെത്താം. ഇടതുമുന്നണിയുടെ ഉപതെരഞ്ഞെടുപ്പ് തോൽവി 3ാം തവണയും അധികാരത്തിലെത്തുവാനുള്ള സ്വപ്നങ്ങളും ഇല്ലാതാക്കും. ഇലക്ഷൻ ദിവസം മുതൽ ഇരുമുന്നണികളെയും വെല്ലുവിളിച്ച അൻവർ ഇനി ചെവികൾ മുറിക്കാതെ ദക്ഷിണാഫ്രിക്കയിലേക്ക് പറക്കും. MLA ആയി ഇപ്പോഴും തുടരാൻ കഴിയുമായിരുന്നിട്ടും രാജിവെച്ചൊഴിഞ്ഞ ശേഷവും വീണ്ടും ഉപതെരഞ്ഞെടുപ്പിലൂടെ MLA ആവാമെന്ന PV അൻവറിന്റെ മോഹത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ചിരിക്കുകയാണ് നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്നും പറയാതെ വയ്യ. A to Z ന്യൂസ് മലയാളം 24.